നമസ്തേ. പുത്തംപുലരിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രദീപ് പിള്ള. ഞാൻ അശ്വതി കെ വാദിക്കൽ. ആദ്യം തന്നെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നല്ലൊരു ശുഭദിനം നേർന്നുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം അല്ലേ? അതെ, റിപ്പബ്ലിക് ദിനമാണ്. അതെ, രാജ്യം അതിൻ്റെ ആത്മനിർഭരതയുടെ, ആത്മവിശ്വാസത്തിൻ്റെ, സൈനിക ശക്തിയുടെ, സാംസ്കാരിക വൈവിധ്യത്തിൻ്റെ ഒക്കെ കരുത്ത്, ശക്തി വിളിച്ചോതുന്ന ദിവസമാണ്. കർത്തവ്യപഥിൽ ഒരു 2 മണിക്കൂർ കഴിഞ്ഞാൽ റിപ്പബ്ലിക് ദിന പരേഡാണ്. അവിടെ അതിഥികൾ എത്തിയിട്ടുണ്ട്. ഇത്തവണ യൂറോപ്പിൽ നിന്നാണ്. യൂറോപ്യൻ കൗൺസിൽ അധ്യക്ഷൻ ആന്റോണിയോ കോസ്റ്റ, യൂറോപ്യൻ കമ്മീഷൻ അധ്യക്ഷ ഉർസുല വോൺ ഡർ ലെയൻ എന്നിവരാണ് ഇത്തവണത്തെ വിശിഷ്ട അതിഥികൾ. അതിനും അപ്പുറം പോകും ഇവരുടെ സാന്നിധ്യം. അക്കാര്യങ്ങളിലേക്കൊക്കെ നമ്മൾ തലസ്ഥാനത്തു നിന്നുള്ള ലൈവിലേക്ക് പോകുമ്പോൾ ചർച്ച ചെയ്യാം. ഭാരതത്തിന് അതിൻ്റെ ആത്മാവിനെ ലഭിച്ച ദിവസം കൂടിയാണ്. പ്രത്യേകിച്ച് ഈ റിപ്പബ്ലിക് ദിനമെന്ന് പറയുന്നത് നയതന്ത്രപരമായി ഒരുപാട് പ്രാധാന്യമുള്ള റിപ്പബ്ലിക് ദിനം കൂടിയാണ്. നമുക്കതിൻ്റെ സമഗ്ര കവറേജ് പ്രേക്ഷകർക്കായി ഒരുക്കുന്നുണ്ട്. എല്ലാ അർത്ഥത്തിലും വിശ്വഗുരുവായി മാറിക്കൊണ്ടിരിക്കുന്നൊരു വേള കൂടിയാണിത്. നമ്മൾ അപ്പോളജറ്റിക് ആയിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. വിനയത്തോടെ വിധേയരായി നിൽക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. അതൊക്കെ പിന്നിട്ട് ഇപ്പോൾ ലോകരാഷ്ട്രങ്ങൾ ഭാരതം എന്തു പറയുന്നു, ഭാരതം എന്ത് ചെയ്യുന്നു, ഭാരതത്തിൻ്റെ നിലപാട് എന്താണെന്ന് ഉറ്റുനോക്കുന്ന ഒരു സമയം. ഒപ്പം തന്നെ സാമ്പത്തിക ശക്തിയിൽ കേവലം വികസിതമല്ലാത്ത രാഷ്ട്രം, അവിടെ നിന്ന് വികസ്വര രാഷ്ട്രം എന്നുള്ള റോമന പേരിൽ കുറേ കാലം കഴിഞ്ഞു. ഇന്ന് വികസിത രാഷ്ട്രങ്ങളുടെ മുൻപന്തിയിലേക്ക് ഭാരതം കുതിക്കുന്ന ഒരു വേള കൂടിയാണ്. സൈനിക ശക്തിയിലും കരുത്ത് തെളിയിക്കുകയാണ്. അത് നമുക്ക് ചർച്ച ചെയ്യണം. അത് കാണിക്കുകയാണ് നമ്മുടെ കയ്യിൽ ഇതൊക്കെ ഉണ്ട് എന്ന്. ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് പറയാറില്ല മറ്റു പലരെയും പോലെ ഞങ്ങളുടെ കയ്യിൽ ആണവായുധമുണ്ട്, ഞങ്ങളുടെ കയ്യിൽ അതുണ്ട് ഇതുണ്ട് എന്ന് പറഞ്ഞ് വാടകയ്ക്ക് എടുത്തതോ കടം വാങ്ങിയതോ ആയ ചില പൊട്ടിപ്പോകുന്ന പൊട്ടാസുകൾ വെച്ചിട്ടുള്ള കളിയല്ല. സൈനിക പരേഡിനും ഒരു പ്രത്യേകതയുണ്ട്. അതായത് ബാച്ചിലറേ രീതിയിലാണ് നമ്മുടെ സൈനികരെല്ലാം അണിനിരക്കാൻ പോകുന്നത്. അപ്പോൾ ശക്തി കാണാം. റൈറ്റ്.